ഹായ്, ലിമ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ മലയാളികൾക്ക് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കിട്ടുന്ന, നമ്മുടെ വീട്ടുകളിലൊക്കെ സുലഭമായി കാണുന്ന നമ്മുടെ മുരിങ്ങയില വെച്ച് ഞാൻ ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് മുരിങ്ങയിലയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയാം. മുരിങ്ങയിലയുടെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കുമൊക്കെ ഏകദേശം ഒരു ധാരണയുള്ളതാണ്. എന്നാലും കുറച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ്. മുരിങ്ങയില എന്ന് പറയുന്നത് ഒരു മിറാക്കിൾ ട്രീ തന്നെയാണ് മുരിങ്ങയില. നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ വലിയ യൂസായിട്ട് നമ്മളൊരു വലിയ ഉപകാരപ്രദമായിട്ടോ അല്ലെങ്കിൽ നല്ല ഒരു ഉപയോഗപ്രദമായിട്ടോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിന് വിദേശ രാജ്യങ്ങൾക്ക് അതിൻ്റെ ഗുണം അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ ആ രാജ്യങ്ങളിലേക്ക് അതിൻ്റെ പൗഡർ, പിന്നെ ന്യൂട്രീഷൻ ഫുഡിന് ഉപയോഗിക്കാൻ വേണ്ടി, ക്യാപ്സൂൾ ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ അവരത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്രമേൽ ഗുണങ്ങളാണുള്ളത് അതിന്. അന്നേരം നമ്മളതിനെ മാക്സിമം യൂസ് ഇല്ല എന്നുള്ളതാണ് കാരണം. ഈ നമ്മുടെ വീട്ടിൽ സുലഭമായി കാണുന്ന ഈ മുരിങ്ങയിലയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് അതിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അടങ്ങിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് നല്ല ഉപയോഗമുള്ളതാണ്. ഒരുപാട് ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അതിനൊക്കെ ഏറ്റവും നല്ലൊരു മരുന്ന് തന്നെയാണെന്ന് പറയാം. നമ്മളിപ്പോൾ ഷുഗറും പ്രഷറും ഒക്കെ നോർമലി നമുക്ക് മരുന്നൊന്നും ഉപയോഗിക്കാതെ കുറയ്ക്കണമെങ്കിൽ തന്നെ നമ്മളൊരു ഡെയിലി ഒരു മാസമൊക്കെ ഈ മുരിങ്ങയില ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ മതി. നമുക്ക് ഇതെല്ലാം കുറയും. അത്രയധികം ഗുണങ്ങളാണ് അതിനുള്ളത്. മുരിങ്ങയില കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയധികം ഗുണങ്ങൾ ആണുള്ളത്. ചില കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങ് പനിയും മറ്റ് അസുഖങ്ങളും ആകുന്നത് വെച്ചാൽ അവരുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതാണ് അതിന് കാരണം. അന്നേരം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എന്നും, കുഞ്ഞുങ്ങൾക്കല്ല വലിയവർക്കാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഭക്ഷണത്തിൽ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത്. നമ്മളിപ്പം എന്തെങ്കിലും ഒന്ന് കടു വറുത്താലും നമ്മൾ കറിവേപ്പിലയ്ക്ക് പകരം അല്ലെങ്കിൽ കറിവേപ്പിലയുടെ കൂടെ തന്നെ കടു വറുക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഒരു വെള്ളക്കറി വെക്കുന്നത് വലിയ പാടുള്ള കാര്യമല്ല. നമ്മൾ എണ്ണയ്ക്കകത്ത് ഈ മുരിങ്ങയില ഇട്ടൊന്ന് വാട്ടിയെടുക്കുന്നു, അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മുരിങ്ങയില തോരൻ, മുരിങ്ങയില പരിപ്പ്, അങ്ങനെ പല വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഒരു ദിവസം ഒരു കറി വെക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ഒരു ദിവസം ഒരു കറി വെക്കുവാണെങ്കിൽ ആ ദിവസം തന്നെ പിറ്റേ ദിവസം തന്നെ വെക്കണമെന്നില്ല. അടുത്ത ആഴ്ച അത് വേറൊരു രീതിയിലൊരു കറി വെക്കാം. പിന്നെ ഇതൊന്നും വെച്ച് കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് ചെറിയ കയ്പ്പൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പാടുമില്ല. നമ്മൾ നല്ല വെന്ത നല്ല ചൂട് ചോറിനകത്ത് മുരിങ്ങയില ഇട്ടിട്ട് വാരി കഴിക്കാം. അപ്പോഴത്തേക്ക് ആ മുരിങ്ങയില ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടും. അങ്ങനെ ആണെങ്കിലും കഴിക്കാം. പിന്നെ ഇതൊന്ന് പിച്ചാനും വയ്യ, ഉണ്ടാക്കാനും വയ്യ എന്നുള്ളവരാണെങ്കിൽ നമുക്ക് ഒരുപാട് കിട്ടുന്ന സമയത്ത് നമ്മൾ അതിനെ പൊടിച്ച് പൗഡറാക്കി എടുക്കുക. വേറെ ഒന്നും വേണ്ട. നമ്മളതിനെ ഒന്ന് കഴുകിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കി ഒന്ന് നമ്മുടെ മിക്സിക്കകത്തിട്ട് തന്നെ പൊടിച്ചാൽ മതി. നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. അതിനെ പൗഡറാക്കി എടുത്ത് നമ്മൾ ഓരോ കറികൾക്കും ഓരോ തോരൻ, മെഴുക്കുവരട്ടി അങ്ങനെയൊക്കെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഉപ്പൊക്കെ ആഡ് ചെയ്യുന്ന കൂട്ട് നമ്മൾ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വീതം ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫുഡിനകത്ത് എന്നും അത് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അന്നേരം പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാവപ്പെട്ടവൻ്റെ ഇറച്ചി എന്നൊക്കെ പറയത്തില്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാതെ കിട്ടുന്ന ഒരു ഐറ്റമാണ്. അന്നേരം നമ്മളതിനെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം അത്രയധികമാണ്. പിന്നെ നമ്മൾ ഫുഡായിട്ട് മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് A to Z ഇതിന് ഗുണമുള്ളതാണ്. നമുക്ക് മുഖത്തൊക്കെ ഉപയോഗിക്കാം. നമുക്ക് മുഖത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി കെയറിന് നമുക്ക് ഒരുപാട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് പോലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് മുഖത്ത് നന്നായിട്ട് അരച്ച് മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആവും. അതുകൂടാതെ ഏറ്റവും നല്ലതാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക്. നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. നമ്മുടെ തലയോട്ടി
തലമുടിയിൽ തേച്ച് പിടിപ്പിച്ചാൽ അതിനും നല്ല ഗുണമായിട്ടുള്ളതാണ്. തലമുടിയിൽ താരനുണ്ടെങ്കിൽ പോകുന്നതിന്, മുടി നന്നായിട്ട് കറുക്കുന്നതിന്, പിന്നെ മുടിയുടെ അറ്റത്ത് പൊട്ടത്തില്ലേ, പൊട്ടി രണ്ടായിട്ട് പൊട്ടി മാറുന്നത്, അതിനൊക്കെ ഏറ്റവും നല്ലതാണെന്നാണ് മുരിങ്ങയ്ക്ക. അന്നേരം മുരിങ്ങയുടെ ഗുണങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല. അതിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കണം. വെച്ച് പിടിപ്പിക്കാൻ ഒരു പാടുമില്ല. ഒരു കമ്പ് കുത്തി വെക്കുന്ന ഒരു താമസമേ ഉള്ളൂ. നല്ലൊരു വളഞ്ഞ കമ്പ് കുത്തി വെക്കണം. ചിലരൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഇഷ്ടം പോലെ കമ്പ് കുത്തി വെച്ചു, ഒന്നും കിളിച്ചിട്ടില്ലല്ലോ എന്ന്. ശരിയാ, ചില കേസുകെട്ടുകളിൽ നമ്മൾ കമ്പ് കുത്തി വെക്കുമ്പം കിളിക്കത്തില്ല. ഒരു 90% കിളിക്കത്തില്ല, ഒരു 1% അങ്ങനെ കിളിക്കത്തുള്ളൂ. പിന്നെ ഈ നമ്മൾ മുരിങ്ങക്കമ്പ് കുഴിച്ച് വെക്കുമ്പോൾ അതിൻ്റെ ഞാൻ അങ്ങനെ കുഴിച്ച് വെച്ച് കിളിപ്പിച്ചതാണ്. നമ്മൾ ഈർപ്പം നഷ്ടപ്പെട്ടിട്ട് മുരിങ്ങക്കമ്പ് വെട്ടിയതിന് ശേഷം ഒരു 2 ആഴ്ച നമ്മൾ മാറ്റിയിട്ടേക്കണം. അങ്ങനെ കിളിപ്പിച്ച മുരിങ്ങക്കമ്പാണ്. ഒരു 10-15 ദിവസം ആയതേ ഉള്ളൂ. നന്നായിട്ട് കിളിച്ച് വന്ന ഇല പാകമായിട്ടുണ്ട്. 15 ദിവസം ആയതേ ഉള്ളെങ്കിൽ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് അതിനകത്ത് പൂവും വന്നിപ്പോണ്ട്. അതിന് ദാണ്ട മുരിങ്ങയിലയൊക്കെ പിച്ചി പാകമായി. ഒരുപാട് പറഞ്ഞങ്ങ് ഒത്തിരി അങ്ങ് പറഞ്ഞു പോയി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതുകൊണ്ട് ഞാൻ മുരിങ്ങയില പരിപ്പ് കറിക്ക് ആവശ്യമായ മുരിങ്ങയില എല്ലാം പിച്ചി വെച്ചിട്ടുണ്ട്. ബാക്കി വന്ന ഇല ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ കൂട്ട് ഞാൻ ഒരു ടിന്നിനകത്താക്കി നല്ല ഹെയർ ഒന്നും കയറാത്ത രീതിയിൽ നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജ് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് ഉപയോഗിക്കാം. വെള്ളക്കറി വെക്കുന്നതിനാണോ, തോരനാണോ, അല്ലെങ്കിൽ നമ്മൾ കടുക് വറുക്കുന്നതിനൊക്കെ ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് 1 മാസത്തേക്ക് ഞാനിങ്ങനെ വെച്ചിരിക്കും. പിന്നെ അടുത്ത കമ്പ് പിടിച്ച് കിട്ടുമ്പോഴാണ് അടുത്ത കിട്ടുന്നത്. അങ്ങനെ എങ്ങനെ പോയാലും ഞാൻ 1 മാസത്തിൽ ഇങ്ങനെ വെച്ചിരുന്ന് ഇങ്ങനെ ഉപയോഗിക്കും. 1 മാസത്തിൽ 1-2 തോരൻ വെക്കുകയും ഇതേകൂട്ട് ബാക്കി കറികളൊക്കെ ഇങ്ങനെ വെക്കും. അത് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്, നമുക്കും നല്ലതാണ്. നമ്മുടെ നമ്മുടെ അസ്ഥികൾക്കൊക്കെ നല്ലതാണ്, നമ്മുടെ കണ്ണിന് നല്ലതാണ്. നമുക്ക് ഇലക്കറികളിൽ അറിയാമല്ലോ, നാരിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മുടെ മലബന്ധം ഒക്കെ തടയുന്നതിന് ഒരുപാട് സഹായിക്കും. അന്നേരം ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന്, മുരിങ്ങയിലയുടെ വീഡിയോ തന്നെ ചെയ്യാമെന്ന്. അന്നേരം അതുകൊണ്ടാണ് ഇന്ന് അങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റുകളായിട്ടും അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ പിച്ച് ഒരുപാട് സമയം ഇരിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പം ഇത് ഒരുപാട് നേരം ഇരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം പിച്ചിക്കൊണ്ട് വന്ന് അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അഥവാ നിങ്ങൾ ജോലിക്കാരാണ്, നിങ്ങൾക്ക് പെട്ടെന്നെല്ലാം ആക്കി ഒതുക്കി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നത് പിച്ചാൻ കുറച്ച് താമസമോ, പിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഇലകൾ ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കാൻ കുറച്ച് താമസമുള്ളവരാണെങ്കിൽ ഒരു തലേന്ന് ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് പിച്ചി വെച്ചിട്ട് നമ്മുടെ ന്യൂസ് പേപ്പറിനകത്ത് പിച്ചി പൊതിഞ്ഞ് മൊത്തം ആ ശിഖരത്തോടു കൂടി, ആ തണ്ടോടു കൂടി തന്നെ ഇങ്ങനെ പൊതിഞ്ഞ് നമ്മൾ വെച്ച് നമ്മൾ പിറ്റേന്ന് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു കമ്പ് പിടിക്കുമ്പോൾ കമ്പ് മാത്രമേ നമ്മുടെ കൂടെ വരുത്തുള്ളൂ. ബാക്കി എല്ലാം അടർന്ന് വീണിരിക്കും. അടർന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കമ്പ് പൊക്കുമ്പം തന്നെ അതെല്ലാം അടർന്ന് വീണോളും. അതുകൊണ്ട് അങ്ങനെ ഈ മുരിങ്ങയില പിച്ചാൻ വിഷമമുള്ളവർക്ക് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ പിച്ചാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, ഇരുന്ന് പിച്ചുന്നതിന് കുഴപ്പമില്ല. സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ അത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഫ്രഷായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് എല്ലാം നല്ലത്. നേരെ മറിച്ച് സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൽ തലേന്നേ പൊതിഞ്ഞ് വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അടർന്നു വന്നിരിക്കും. കണ്ടോ, അതിൻ്റെ പൂ കണ്ടോ? ഈ പൂ വെച്ചും നമുക്ക് ഒരു തോരനൊക്കെ വെക്കാം. ഞാൻ ഇതിൻ്റെ പലതരം ഐറ്റംസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞ് ഒരു പരിപ്പ് കറിയും വെക്കാമെന്ന് വിചാരിച്ചു. പൂവും തോരൻ വെക്കാം, കായും തോരൻ വെക്കാം, ഇലയും തോരൻ വെക്കാം, എല്ലാം തോരൻ വെക്കാം.
പിന്നെ പിന്നെ ഇതിനെക്കുറിച്ച് മുരിങ്ങയിലക്കുറിച്ച് പിന്നെ ഒരു വാദം ഒരു എന്തോന്നുള്ള ഒരു പഴമൊഴി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടക മാസത്തിൽ കഴിക്കരുത് വിഷം ഇറങ്ങുമെന്ന് പറയുന്ന കേൾക്കാം. കർക്കിടക മാസത്തിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തോന്നുള്ളത് എനിക്കറിയത്തില്ല. കർക്കിടക മാസത്തിൽ ഈ മുരിങ്ങയിലയുടെ വേരെന്ന് പറയുന്നത് വിഷം പിടിച്ചെടുക്കുന്ന ഒരു വിഷത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കുന്ന ഒരു 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 വൃക്ഷം തന്നെയാണ്. അന്നേരം ആ ഒരു വേര് ഒരു കർക്കിടക മാസം ആകുമ്പോഴത്തേക്ക് മുകളിലേക്ക് വന്ന് ഇലയിലേക്ക് വ്യാപിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. എന്നാലും അതിന് വലിയൊരു എന്തോന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും അത്ര വലിയ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അന്നേരം നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം. പരിപ്പ് കറിക്ക് ആവശ്യമായ കൊച്ചുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി. അന്നേരം പരിപ്പ് ഞാനിവിടെ പയർ പരിപ്പാണ് ഉപയോഗിക്കുന്നത്. പയർ നന്നായിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കുന്നതാണ്. അന്നേരം പയർ ചൂടാക്കാൻ വേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. തീ വെച്ച് കൊടുത്ത് എന്നിട്ട് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം നമ്മൾ പയർ പാത്രത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്ക് ഏത് തരം പരിപ്പ് വേണമെങ്കിലും ഇട്ടുണ്ടാക്കാം. നമ്മൾ അല്ലാതെ കടയിൽ നിന്ന് വാങ്ങുന്ന പരിപ്പ് കറിക്ക് വെക്കാം, സ്പെഷ്യലായിട്ട് വാങ്ങുന്ന ആ പരിപ്പ് വെച്ചുണ്ടാക്കാം. ഏത് വേണമെങ്കിലും വെച്ചുണ്ടാക്കുന്നതാണ്. ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ച് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. അത്രയും മുരിങ്ങയില ഞാൻ ചേർത്ത് കൊടുത്തു. എനിക്ക് കുറച്ച് മതിയായിരുന്നു, അതുകൊണ്ട് ഞാൻ മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി കുറച്ച് കാര്യമായിട്ട് ഇട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയില കഴിക്കുമ്പം ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് കുറച്ച് അധികം ഇട്ടാലും പ്രശ്നമില്ല. പിന്നെ തക്കാളി, പച്ചമുളകൊക്കെ ഇട്ട് വെള്ളവും ഒഴിച്ച് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. അന്നേരം കുക്കറിലേക്ക് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരയ്ക്കുന്നതിനാവശ്യമായ തേങ്ങ ഇട്ട് കൊടുത്ത് ജീരകവും കൊച്ചുള്ളി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതുകൊണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് മുരിങ്ങയില സെറ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. പരിപ്പ് വെന്തിട്ടുണ്ട്, ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കടുക് വറുക്കാൻ ആവശ്യമായ കടുക് ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് എണ്ണ തിളച്ച് കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഉള്ളിയും വറ്റൽമുളകെല്ലാം ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഒഴിച്ച് വെച്ച ഞാൻ ആ കൂട്ടിനകത്ത് ഒരു ഇച്ചിരി വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം പറ്റിയത് കാരണം മിക്സ് ചെയ്ത് നമുക്ക് ഒഴിച്ച് ഒരു തള വരുമ്പോൾ നമുക്ക് ആ അരപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല പരുവായിട്ടുണ്ട്. നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരു കറി മാത്രം മതി ചോറ് തിന്നാൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു ഐറ്റമാണ്. നമ്മൾ പരിപ്പ് കറി വെക്കത്തില്ലേ, കുഞ്ഞുങ്ങൾക്ക് പരിപ്പ് കറി കൊടുക്കത്തില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.